മഴതോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആലീനെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ വിഷമത്തിലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും മോളുടെ അടുത്ത് ഞാൻ മാപ്പ് പറയാണ്. അവരുടെ അടുത്തെല്ലാം എല്ലാവർക്കും വേണ്ടി. എന്തെന്ന് വെച്ചാൽ നീ അത്രത്തേക്ക് വിഷമം അനുഭവിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. വായിച്ച പോലും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ അറിയുന്ന നിമിഷം എന്തായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ നിൽക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നീ എവിടെയും പോയിരുന്നെങ്കിൽ ഇവർ വേറെ രീതിയിലേ പറയുമായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ മകളാണെന്ന് ഞാൻ ഇപ്പം അറിഞ്ഞതാരാ? അവളെ മകളായിട്ടാണ് നീ അറിയപ്പെടുന്നത് ഇപ്പം. അതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം മതി എല്ലാ കാര്യങ്ങളും തെളിയാൻ വേണ്ടി. അതുകൊണ്ട് ഇനി നീ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, നിന്നെ ഇനി ശത്രുക്കളായിട്ട് കാണാൻ വേണ്ടി ആരും തന്നെ ഈ വീട്ടിലില്ല എന്നും പറയുന്നുണ്ട്. ഗംഗാധരൻ അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ വരുന്നുണ്ട് കയറി. ഗംഗാധരൻ വന്ന് മാപ്പ് പറയുകയും അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, വൈജയന്തിയുടെ അടുത്ത് ഒരിക്കലും ഈ കാര്യം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനു പറയാതിരിക്കണം? അവർ അറിയണം, ഈ കാര്യങ്ങളെല്ലാം അറിയണം. എന്നാലേ അലീനയുടെ അടുത്ത് ചെയ്ത തെറ്റ് അവൾ മനസ്സിലാക്കുകയുള്ളൂ, പശ്ചാത്താപിക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ അടുത്ത് കാണിച്ചത് ആ ക്രൂരത, ഒന്നും അറിയാതെ ആ നടിച്ച അഭിനയം, അതെല്ലാം മനസ്സിലാക്കണം. അത് ഞാൻ അറിഞ്ഞെന്ന് അവൾ അറിയണം. അതും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ പറയില്ലേ നിങ്ങൾ? ഞാനൊരു കാര്യം പറയാം, അതിനെക്കാട്ടും പറയാതിരിക്കുന്നേക്കാളും നല്ലത് ഡൈവേഴ്സ് ആവുന്നതാണ്, അല്ലെങ്കിൽ പറയരുത് എന്നും പറയുന്നുണ്ട് ഗംഗാധരൻ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ബാലചന്ദ്രൻ, എന്തായാലും ഡൈവേഴ്സിന് തന്നെ പോവാം, എനിക്കതിനാ സമ്മതം എന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അലീന വരുന്നുണ്ട്. അലീന അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് നിൻ്റെ കൂടെ. പക്ഷേ അവൾ വൈജയന്തി അറിയുന്ന ആ നിമിഷമാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് മോളതൊന്നും പറയാൻ പാടില്ല, അവളടുത്ത് ഇപ്പോഴൊന്നും പറയരുത് എന്നും പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കയിൽ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അലീനയ്ക്ക് എന്ത് പറ്റിയാന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് എല്ലാവരും കൂടി പറയുന്നുണ്ട്, ആ കൊച്ചിനെ കിട്ടിയെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എല്ലാം വൈജയന്തി കേട്ടുകൊണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വൈജയന്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും വൈജയന്തി ഇനി ഒരു കാര്യം അറിയാൻ പോകുന്നതേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ആരും അറിഞ്ഞൂടാ എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, നീ എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്? ഒരിക്കൽ പറഞ്ഞില്ലേ അവൾക്ക് താല്പര്യമില്ലയെന്ന്? മിണ്ടേൻ്റെ ആവശ്യവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയുന്നും വേണ്ട. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് ഗംഗാധരൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീന പറഞ്ഞു, എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല, ഞാൻ എവിടെയാണോ വന്നത് അങ്ങോട്ട് ഇനി തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മാറി മാറി പോയതിന് കാരണം നീ അറിയണമെന്ന് തോന്നുന്നു. അതറിഞ്ഞ ആ നിമിഷമാണ് ഏറ്റവും ധന്യമുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയും നാൾ അമ്മയെ അറിയാതെ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ്, എന്നാൽ ഇനി അത് അറിഞ്ഞുള്ള നിമിഷം അതൊന്ന് വേറെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നായാലും എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ മാമച്ചിൻ്റെ വീട്ടിലോട്ട് ഒരു കാറിൽ ഒരാൾ വന്നിറങ്ങി പോവുകയാണ്. പോയി പറയുകയാണ്, ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് ഞാൻ ആരാന്ന് പറയാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് എൻ്റെ അടുത്ത് ഒന്നും തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനോട് നിൽക്കണം, ആ കാര്യത്തിനുറച്ച് എന്നും പറയുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു ജോലിക്കായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയണം, കാണണം എന്നൊക്കെ പറയുന്നുണ്ട്.
എന്നാൽ ഒന്നും അറിയാത്തതുപോലെ എന്തായാലും അറിഞ്ഞിടാത്ത ഒരാളല്ലേ ആ രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അവളുടെ. അപ്പോൾ ഇതാരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അലീനയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. ഏത് കാര്യത്തിലും എല്ലാം ആശ്രയിക്കുന്നത് അലീനയുടെ. ബാലചന്ദ്രനും കൃഷ്ണയും അലീനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മനു അവിടത്തേക്ക് വരുന്നുണ്ട്. മനു എന്ന് പറയുന്നുണ്ട്, എന്തായാലും വിഷമത്തിലാണ് വരുന്നത്. തൻ്റെ അച്ഛനും വീട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്തതിൽ വളരെ വിഷമമുണ്ട്. എന്നാൽ അതിനെക്കാട്ടും വൈജയന്തിയുടെ മകളാണെന്ന് സത്യം കൂടി അറിഞ്ഞപ്പോൾ അവരാകെ തകർന്നു പോയി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചോദിക്കാം, ഇനിയെങ്കിലും നീ ഇവിടെ ഓടാൻ നിൽക്കരുത്. ഇനി നിനക്ക് വീടുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ആരും ഒറ്റയ്ക്കൊന്നും പറയില്ല. എന്തായാലും അവരിങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതിന് ഞാൻ കൂടി മാപ്പ് തരുന്നു എന്നുകൂടെ പറയുന്നുണ്ട്.